ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്, പാർട്ട് 2. ഓക്കെ, ഒരു സ്റ്റോറിയാണ്, ഖർഗോഷ് കി ഏക് ഓർ ദൗഡ്. ഓക്കെ, ടെക്സ്റ്റ് ഇല്ലാത്തവര് ഇവിടെ നോക്കിയിരിക്കുക. പാർട്ട് 2 ഖർഗോഷ് കി ഏക് ഓർ ദൗഡ്. ടീച്ചർ ഇതിനകത്ത് പുതിയ വാക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ഉള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത്, അതിന്റെ മേളിൽ ഓരോ വാക്കിന്റെ അർത്ഥം അതിന്റെ മേളിൽ എഴുതിയെടുക്കുക. മലയാളത്തിലോ മലയാളത്തിൽ ടീച്ചർ പറഞ്ഞുതരാം. എല്ലാവരും പുതിയ വാക്കുകൾ, ഏതെങ്കിലും അർത്ഥം അറിയാത്ത വാക്കുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആമും മുയലിനും കൂടെ ഓട്ടപ്പന്തയം നടത്തി അല്ലേ? എല്ലാവർക്കും ആ സ്റ്റോറി അറിയാവുന്ന കാര്യമാണ് അല്ലേ? യെസ് ഓർ നോ? എന്താണ് ഒരു റിയാക്ഷൻ ഇല്ലാത്ത? ആമയും മുയലും ഓട്ടപ്പന്തയം നടത്തിയിട്ട് ആര് ജയിച്ചു? ആരാണ് ജയിച്ചേ? ആമയാണ് ജയിച്ചത് അല്ലെ? തന്റെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് ആമ ജയിച്ചു. ഓക്കെ, അത് പഴയ ഒരു സ്റ്റോറിയാണ്, എല്ലാവർക്കും അറിയാം. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ സ്റ്റോറിയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഒരു ഓട്ട മത്സരം കൂടെ നടത്തി. അപ്പൊ എന്താണ് സംഭവിച്ചതെന്നാണ് ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഖർഗോഷ് കി ഏക് ഓർ ദൗഡ്. ഏക് ഓർ ദൗഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ദൗഡ്. ദൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേസ്, ഓട്ടപന്തയം. ഓക്കെ, ഖർഗോഷ് മത്ലബ് മുയൽ. ഓക്കെ, റാബിറ്റ്. ഖർഗോഷ് കി ഏക് ഓർ ദൗഡ്. ഖർഗോഷിന്റെ വീണ്ടും ഒരു ഓട്ട മത്സരം നടത്തി. ഓർ ദൗഡ്. ദൗഡ് മത്ലബ് റേസ്. ഓക്കെ, സോ खरगोश अब भी हार मानने को तैयार नहीं था. वह पछता रहा था कि उस दिन वह क्यों सो गया था. यदि वह सोया नहीं होता तो वही जीत जाता. वह मन ही मन योजना बनाता और कछुए को हराने का तरीका सोचता रहता. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഖർഗോഷ് അബ്ബി ഹാർ മാന്നേക്കോ തയ്യാർ നഹീ ഥ. നമ്മളുടെ മുയല് എന്താണ്? ഹാർ മാന്നേക്കോ അല്ലെ, തോൽവി സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം തോറ്റു, പക്ഷേ ഖർഗോഷ് എന്താണ്? ആ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. വഹ് പച്താ രഹാ ഥ. പച്താ രഹാ ഥ മത്ലബ് പശ്ചാത്തപിക്കുമായിരുന്നു ഇരുന്നോണ്ട്. എന്തുകൊണ്ടാണ് പശ്ചാത്തപിച്ചുകൊണ്ടിരുന്നത്? ഹി ഉസ് ദിൻ വഹ് ക്യൂ സോ ഗയാ ഥ. ആദ്യത്തെ ഓട്ട മത്സരം നടത്തിയപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ്? മുയൽ ഇരുന്ന് ഉറങ്ങിപ്പോയി അല്ലെ? ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ആമ പതുക്കെ നടന്ന് പോയിട്ട് ജയിക്കാൻ പറ്റിയത്. സോ മുയൽ ഇരുന്ന് ആലോചിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ടാണ് അന്ന് ഉറങ്ങിപ്പോയത്, അതുകൊണ്ടല്ലേ ഞാൻ തോറ്റുപോയത് എന്ന് ഓർത്ത് എന്താണ്? പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യദി വഹ് സോയാ നഹി ഹോത്താ തോ വഹി ജീത് ജാത്താ. സോ ഞാൻ ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെയായിരുന്നു ജയിക്കുമായിരുന്നത് എന്ന് മുയൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. വഹ് മൻഹി മൻ യോജന ബനാത്ത ഓർ കछुए को हराने का तरीका सोचता रहता. സോ മനസ്സിൽ ഇങ്ങനെ എന്താണ്? യോജന ബനാത്ത. യോജന ബനാന മത്ലബ് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളുടെ ആമയെ തോൽപ്പിക്കാൻ സാധിക്കുക എന്ന് ഇരുന്ന് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പ്ലാൻ ഉണ്ടാക്കി എങ്ങനെ നമ്മളുടെ ആമയെ തോൽപ്പിക്കാൻ സാധിക്കും. ഞാൻ അന്ന് ഉറങ്ങിപ്പോയത് കൊണ്ടല്ലേ എന്താണ് റേസ് തോറ്റുപോയത്. സോ ഇനി രണ്ടാമത് പ്രാവശ്യം കൂടെ ഒരു ഓട്ട മത്സരം നടത്തണം, എന്നിട്ട് എനിക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും എന്നിരുന്നിട്ട് നമ്മളുടെ മുയൽ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യോജന ബനാന മത്ലബ് പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, പച്താന മത്ലബ് പശ്ചാത്തപിക്കുക. പച്താ രഹാ ഥ. ഓക്കെ, കിട്ടിയല്ലോ ഈ പാരഗ്രാഫിലുള്ള അർത്ഥങ്ങളൊക്കെ? എല്ലാരും എഴുതിയോ? യെസ്. ഇവിടെ ഇരുന്ന് മുയലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, എങ്ങനെ എനിക്ക് ആമയെ തോൽപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ ഗർമി ബീത്തി ഓർ ബാരിഷ് കാ മൗസം ആ ഗയാ. ഗർമി ബീത്തി. ഗർമി മത്ലബ് സമ്മർ സീസൺ. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ ഗർമി കാ മൗസം അല്ലെ? ഗർമി ബീത്തി സമ്മർ സീസൺ. ചൂടുകാലം മാറി. ഓർ എന്ത് വന്നു? സമ്മറിന് ശേഷം എന്ത് വരും? റെയിനി സീസൺ വരും അല്ലെ? സോ ബാരിഷ് കാ മൗസം ആ ഗയാ. ബാരിഷ് മത്ലബ് മഴ. മഴയുടെ മോസം മത്ലബ് കാലാവസ്ഥ. മഴയുടെ സീസൺ വന്നു.
आसमान में बादल छाने लगे. ആകാശം, ആസ്മാൻ മത്ലബ് ആകാശം. ആകാശത്ത് ബാദൽ ഛാനേ ലഗേ അല്ലെ? നിങ്ങൾക്കറിയാം മഴ വരുമ്പോ എന്താണ്? കാർമേഘം വരും അല്ലെ? ആകാശത്ത് കാർമേഘം ഇങ്ങനെ ഉരുണ്ടുകൂടും അല്ലെ? സോ ബാദൽ മത്ലബ് ക്ലൗഡ്, കാർമേഘം. ഓക്കെ, ബാദൽ ഛാനേ ലഗേ. പിന്നെ മൗസം സുഹാവന ഹോ ഗയ. സുഹാവന മത്ലബ് സുന്ദർ, ബ്യൂട്ടിഫുൾ. മഴയുടെ സീസൺ വന്നപ്പോഴത്തേക്കും मौसम नल्ला सुहावनाई. सुहावना मतलब सुंदर, सुहावना हो गया. मोर अपने पंखों को फैलाकर नृत्य करने लगा. मोर मतलब मोर. എന്താണ് മോർ? കേട്ടിട്ടുണ്ടോ? എനിവൺ? മോർ ഒരു പക്ഷി. യെസ് ധ്യാൻദേവ്, മയിലാണ് മോർ. യെസ്, ഞാൻ കണ്ടു, മോൻ പറഞ്ഞത് ടീച്ചർ കണ്ടു കേട്ടോ. ഓക്കെ, മയിൽ. മോർ എന്ന് പറഞ്ഞാൽ മയിൽ. നിങ്ങൾക്കറിയാം മഴ വരുമ്പോഴാണ് നമ്മളുടെ മയിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? സോ മോർ അപ്പനെ പങ്കോ കോ ഫേലാക്കർ. പങ്ക് മത്ലബ് ചിറക്, തന്റെ ചിറക് വിരിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. നൃത്യ കർണേ ലഗേ. നൃത്യ മത്ലബ് ഡാൻസ്, ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ബാരിഷ് കി ബൂന്തേം ടപ് ടപ് ഗിർനേ ലഗേ. ബാരിഷ് കി ബൂന്തേം. ബാരിഷ് കി ബൂന്തേം എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികള്. ബൂന്തേം കണങ്ങള്, തുള്ളികള്. ഓക്കെ, ബാരിഷ് കി ബൂന്തേം ടപ് ടപ് ഗിർനേ ലഗേ. ടപ് ടപ് ഗിർന എന്ന് പറഞ്ഞാൽ ആ മഴവെള്ളം വീഴുന്ന സൗണ്ടിനെയാണ് അല്ലെ? മഴവെള്ളം വീഴുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ? അതിനെയാണ് ടപ് ടപ് ഗിർനേ ലഗേ എന്ന് പറഞ്ഞത്. സോ ജംഗൽ കെ സഭി ജാൻവർ ബാഹർ ആയേ. സോ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും വെളിയിലേക്ക് വന്നു. തന്റെ ഗുഹകളിൽ നിന്നും മാളങ്ങളിൽ നിന്നൊക്കെ അവരെല്ലാവരും പുറത്തേക്ക് വന്നു. അതിനുശേഷം എന്താണ്? നമ്മുടെ മഴ എന്താണ്, വെയില് സീസൺ കഴിഞ്ഞിട്ട് നല്ല പുതിയ മഴ വരുമ്പോ എല്ലാവരും അത് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തങ്ങളുടെ മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. സഭി ഗർമി കെ ബാദ് പെഹലി ബാരിഷ് മേ ഭീഗനെ കാ ആനന്ദ് ലേനെ ലഗേ. സോ എല്ലാവരും എന്താണ്, ചൂടുകാലം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ മഴയാണ്. അതിന്റെ അത് ആസ്വദിക്കാൻ വേണ്ടി എല്ലാവരും തങ്ങളുടെ മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഓക്കെ, ഇവിടം വരെ മനസ്സിലായല്ലോ എല്ലാവർക്കും? യെസ്. സോ പെഹലെ ഹാത്തി ആയ. ആരാണ് ആദ്യം വന്നത്? ഹാത്തി, എലിഫന്റ്. ആദ്യം ഇറങ്ങി വന്നത് ആരാണ്? ഹാത്തി, എലിഫന്റ്. ഫിർ ഭാലു ആയ. ഭാലു എന്ന് പറഞ്ഞാൽ എന്താണ്? കരടി. കരടി വന്നു. ആനയുടെ പുറകെ ആര് വന്നു? കരടി വന്നു. ഉസ്കെ ബാദ് കോൻ ആയ? ചിടിയാ ഭി ചീച്ചി കർത്തി ആ ഗയി. ചിടിയ എന്ന് പറഞ്ഞ ബേർഡ്സ്. ബേർഡ്സ് എന്താണ്? ചീച്ചി കർത്തി ആ ഗയി. ചീച്ചി എന്ന് പറഞ്ഞ സൗണ്ടും വെച്ചുകൊണ്ട് ബേർഡ്സ് അതിന്റെ പുറകെ വന്നു. സോ ആദ്യം എലിഫന്റ് വന്നു, അതിനുശേഷം കരടി വന്നു, അതിനുശേഷം കിളികൾ വന്നു, ബേർഡ്സ് വന്നു. അതിനുശേഷോ ജംഗൽ കാ രാജ ഷേർ ക്യോ പീछे रहता वह भी आ गया. സോ ജംഗൽ കാ രാജ. ജംഗൽ കാ രാജ ആരാണ്? ജംഗൽ കാ രാജ. ജംഗൽ, ജംഗൽ എന്ന് പറഞ്ഞാൽ കാട്. കാട്ടിലെ രാജാവ് ആരാണ്? ലയൺ, സിംഹം. ജംഗൽ കാ രാജ ഷേർ. ഷേർ മത്ലബ് സിംഹം. സിംഹം എന്തുകൊണ്ട് പുറകെ നിൽക്കണം? എല്ലാവരും വെളി വന്നു. സോ ഞാൻ മാത്രം എന്തിനാ പുറകെ നിൽക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് വഹബി ആകയ. സിംഹവും പുറത്തേക്ക് വന്നു. അതിനുശേഷം പശു ശാവക് അധിക് ഖുഷ് ഹോ രഹേ ഥേ. പശു ശാവക്. പശു എന്ന് പറഞ്ഞാൽ ആനിമൽ എന്നാണ് അർത്ഥം. ആനിമലിന്റെ ശാവക്. ശാവക് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ. ഓക്കെ, ആനിമൽസിന്റെ ചെറിയ കുട്ടികളില്ലേ, അതിനെയാണ് നമ്മൾ ശാവക് എന്ന് പറയുന്നത്. ശാവക് മത്ലബ് ബച്ചേ. ഓക്കെ, ആനിമൽസിന്റെ പശു മത്ലബ് ആനിമൽ. ആനിമലിനെയാണ് നമ്മൾ പശു എന്ന് പറയുന്നത്. അതിന്റെ ബച്ചേ. ശാവക് മത്ലബ് ബച്ചേ. പശു കെ ബച്ചേ അധിക് ഖുഷ് ഹോ രഹേ ഥേ. ഓക്കെ, സോ ആരുടെയൊക്കെ കുട്ടികളാണ് വന്നത്? ഹിരൺ കെ ഛോനെ. ഹിരൺ മത്ലബ് മാൻ. മാനിന്റെ ഛോനെ. ഛോനെ എന്ന് പറഞ്ഞാൽ മാനിന്റെ കുട്ടിയാണ് നമ്മൾ ഛോന എന്ന് പറയുക. ഓക്കെ, ഓരോരോ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിലാണെങ്കിൽ കൂടെ ഓരോന്നിന്റെയും കുട്ടികൾക്ക് ഓരോരോ പേരുകളുണ്ട് അല്ലെ? ഓക്കെ, സോ കഴിഞ്ഞ വർഷം നിങ്ങൾ EVC പഠിച്ചതല്ലേ? ഓരോരോ ആനിമലിന്റെ കുട്ടികൾക്ക് ഓരോരോ പേരാണ്. അതുപോലെ ഹിരൺ കെ ഛോനെ എന്നാണ് ഹിരണിന്റെ കുട്ടിയെ പറയുന്നത്. ഓക്കെ, ഹിരൺ കെ ഛോനെ, സിംഹ കെ ശാവക്,
സിംഹത്തിന്റെ കുട്ടി. ഓക്കെ, പിന്നെയോ ബന്ദർ. ബന്ദർ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാൻ, സ്ക്വിറൽ. ഓക്കെ, ചൂഹെ. ചൂഹെ മത്ലബ് എലി. ആദി ഗമ ചോക്കടി മച്ചാ രഹേ ഥേ. സോ ആരൊക്കെയാണ് അവിടെ? എല്ലാ ആനിമലും, കാട്ടിലാണ് എല്ലാ ആനിമൽസും ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. സോ എന്തൊക്കെ വന്നു? ഹിരൺ കെ ചോനെ, മാനിന്റെ കുട്ടികള്. സിംഹ കെ ചാവേ, സിംഹത്തിന്റെ കുട്ടികള്. ബന്ദർ, കുരങ്ങൻ. ഗിൽഹരി, അണ്ണാൻ. ചൂഹ, ഓക്കെ, ചൂഹ എലി. സോ എല്ലാവരും ഘമ ചോക്കടി മച്ചാ രഹേ ഥേ എന്ന് പറഞ്ഞാൽ എന്താണ്? തുള്ളിച്ചാടുകയായിരുന്നു. ഘമ ചോക്കടി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂദ്ന, തുള്ളിച്ചാടുക. എന്തുകൊണ്ടാണ്? കാരണം ചൂടുകാലം കഴിഞ്ഞിട്ട് എന്താണ്, മഴക്കാലം വരികയാണ് അല്ലെ. അപ്പൊ സോ എല്ലാവരും മഴ കണ്ട് അത്യധികം സന്തോഷവാരായിട്ട് എന്താണ്, തുള്ളിച്ചാടുകയായിരുന്നു. ഘമ ചോക്കടി മച്ചാ രഹേ ഥേ, കൂദ്ന, തുള്ളിച്ചാടുക. കിട്ടിയല്ലോ വാക്കിന്റെ അർത്ഥം? ഘമ ചോക്കടി, തുള്ളിച്ചാടുക. ഓക്കെ, ദെൻ कोई इधर भाग रहा था तो कोई उधर, खरगोश और कछुआ भी उस आनंद में शामिल हो गए. സോ എല്ലാ ആനിമലും എന്താണ്, എല്ലാവരും സന്തോഷമായിട്ട് ചുള്ളിച്ചാടുകയാണ്. പുതിയ മഴ വന്നു, അത് നോക്കാൻ വേണ്ടി എല്ലാവരും മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. എല്ലാവരും തുള്ളിച്ചാടി. അവരുടെ കൂട്ടത്തിൽ ആരും കൂടി? ഖർഗോഷ് ഓർ കച്ചുവ ഭി ഉസ് ആനന്ദ് മേ ഷാമിൽ ഹോ ഗയേ. ഖർഗോഷ് ഓർ കച്ചുവ. കച്ചുവ മത്ലബ് ടോട്ടോയിസ്. ഇവരാണ് നമ്മളുടെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ അല്ലെ, മെയിൻ ആൾക്കാര്. ഖർഗോഷ് ഓർ കച്ചുവ, മുയലും നമ്മളുടെ ആമയും ഇവരോടൊപ്പം കൂടിച്ചേർന്നു. ഷാമിൽ ഹോ ഗയേ മത്ലബ് ഇവരോടൊപ്പം ജോയിൻ ചെയ്തു. ഇത്രയും ആനിമൽസ് എന്താണ്, തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഇവരും എന്താണ്, ജോയിൻ ചെയ്തു. ഓക്കെ, ദെൻ ഇത്രയും മനസ്സിലായല്ലോ. അടുത്തത്, इसी घमा चौकड़ी के बीच खरगोश के मन में एक विचार आया, यदि वह इस बारिश में दौड़ लगाए तो जरूर जीत जाएगा. बारिश की बूंदों के कारण वह सो नहीं पाएगा, दौड़ता जाएगा और जीत जाएगा. ഓക്കെ, സോ എന്താണ് ഇവിടെ? അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മളുടെ ഖർഗോഷ്, നമ്മളുടെ മുയലിന് ഒരു ഐഡിയ തോന്നി. മൻമേ ഏക് വിചാറായ. എന്താണ്? യദി വഹ് ഇസ് ബാരിഷ് മേ ദൗഡ് ലഗായേ തോ ജറൂർ ജീത്ത് ജായേഗാ. ഈ മഴയില് ഞാൻ ഈ റേസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ജയിക്കും. എന്തുകൊണ്ടാണ് ജയിക്കും എന്ന് പറഞ്ഞത്? ബാരിഷ് കി ബൂന്തോ കെ കാരൻ വഹ് സോ നഹി പായേഗാ. സോ മഴത്തുള്ളികൾ ഇങ്ങനെ വീണോണ്ടിരിക്കുമ്പോൾ എന്താണ്, അവന് ഉറങ്ങാൻ പറ്റില്ല. കാരണം നേരത്തെ ആദ്യത്തെ റേസില് എന്താണ്, മുയൽ ഉറങ്ങിപ്പോയി അല്ലെ, അതുകൊണ്ടാണ് തോറ്റുപോയത്. അപ്പം ഇപ്പൊ ഈ മഴക്കാലത്ത് ഒരു റേസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെ മഴ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വീണോണ്ടിരിക്കുമ്പോ എന്താണ്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഞാൻ ഉറങ്ങിപ്പോകില്ല. അപ്പൊ എന്താണ്, എനിക്ക് ഓടിക്കൊണ്ടേയിരിക്കാം, അങ്ങനെ എനിക്ക് ജയിക്കാൻ പറ്റും എന്നൊരു ഐഡിയ മുയലിന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ഓക്കെ, സോ विचार आते ही खुशी के मारे उसके दो दांत जो पहले ही बाहर थे वे और बाहर निकल आए. സോ ഇങ്ങനെ ആലോചിച്ച് മുയലിന് വളരെയധികം സന്തോഷമായി. അപ്പൊ മുയലിന്റെ നിങ്ങൾക്ക് അറിയാം, ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് ഇങ്ങനെ നീണ്ടു നിൽക്കും അല്ലെ, കണ്ടിട്ടില്ലേ മുയലിന്റെ? സോ ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് ഇങ്ങനെ നീണ്ടു നിൽക്കും. സോ ഇങ്ങനെ ഈ ഐഡിയ ആലോചിച്ച് ഭയങ്കര സന്തോഷം കയറിയപ്പോൾ എന്താണ്, ഈ മുയലിന്റെ ഫ്രണ്ടിലുള്ള രണ്ട് പല്ല് ഒന്നും കൂടെ തെളിഞ്ഞു കാണാൻ തുടങ്ങി. കാരണം അവന് ഭയങ്കര സന്തോഷമായി. ഈ മഴയുടെ സമയത്ത് ഞാനൊരു റേസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ നമ്മുടെ എന്താണ്, ഈ ഓട്ട മത്സരത്തിൽ എനിക്ക് തോൽക്കാൻ സാധിക്കില്ല, തോൽക്കേണ്ടി വരത്തില്ല. കാരണം മഴ ഇങ്ങനെ എന്താണ്, മുഖത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല, അങ്ങനെ എന്താണ്, എനിക്ക് ജയിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് എന്താണ്, നമ്മളുടെ മുയല് സന്തോഷം കൊണ്ട് അവന്റെ ഫ്രണ്ടിലുള്ള രണ്ട് പല്ല് കുറച്ചും കൂടെ പുറത്തേക്ക് കാണാൻ തുടങ്ങി. ഓക്കെ, സോ വഹ് ഝൂംനെ ലഗാ ഗോൽ ഗോൽ ഘൂംനെ ലഗാ. ഓക്കെ, സോ വഹ് ഝൂംനെ ലഗാ, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങി. ഈ സന്തോഷം ആലോചിച്ച് എന്താണ്, ഗോൽ ഗോൽ ഘൂംനെ ലഗാ, ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സന്തോഷം കാരണം.
सो इसी चक्कर में वह अपने मुंह के बल गिर पड़ा और अपने 2 दांत गवा बैठा. സോ ഇങ്ങനെ ആലോചിച്ച് സന്തോഷിച്ച് ഇങ്ങനെ തുള്ളിച്ചാടുമ്പോൾ എന്ത് ചെയ്തു? അവിടെ സ്ലിപ്പായി അവൻ നിലത്ത് അടിച്ചു വീണിട്ട് ഫ്രണ്ടിലത്തെ 2 പല്ല് ഒടിഞ്ഞുപോയി. ഓക്കെ, अपने 2 दांत गवा बैठा. गवा बैठना मतलब നഷ്ടപ്പെട്ടു പോയി, ലൂസൺ ചെയ്തു ഫ്രണ്ടിലത്തെ 2 പല്ല്. എന്താണ് ഇവനിങ്ങനെ ആലോചിച്ച് സന്തോഷം കാരണം തുള്ളിച്ചാടുകയാണ്. മൊയിൽ ഇങ്ങനെ തുള്ളിച്ചാടി അവിടെ സ്ലിപ്പായി പോയി തറയിൽ അടിച്ചു വീണു. വീണു കഴിഞ്ഞപ്പോ ഫ്രണ്ടിലത്തെ 2 പല്ല് പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഒടിഞ്ഞു പോയി. ഗവാ ബൈഠന മത്ലബ് ലൂസ് ചെയ്തു. ഓക്കെ, ഹോദേന നഷ്ടപ്പെടുക. अब वह ठीक से त थ द थ न और सा नहीं बोल सकता था. उसने जैसे तैसे अपने आप को संभाला. സോ ഫ്രണ്ടിലത്തെ 2 പല്ല് പോയതുകൊണ്ട് അവന് ശരിക്കും വർത്തമാനം പറയാൻ സാധിക്കുന്നില്ല. ഫ്രണ്ടിലത്തെ 2 പല്ല് പോകുമ്പോൾ ചിലപ്പോ എന്താണ് ശരിക്കും നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. അപ്പൊ ഈ മുയലിന്റെ ഫ്രണ്ടിലത്തെ 2 പല്ല് പോയപ്പോൾ അവന് ശരിക്കും വാക്കുകൾ സംസാരിക്കാൻ പറ്റുന്നില്ല. എന്താണ് ത ഥ ദ ന എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ തന്നെ മാനേജ് ചെയ്തിട്ട് അവൻ അവിടുന്ന് വീണടത്തുനിന്ന് എണീറ്റിട്ട് എന്ത് ചെയ്തു? सभी जानवर उसे घेर कर खड़े थे और सभी उसकी मदद करने में लगे थे. उधर खरगोश अपने विचार में ही मगन था, अपने दांत गवा बैठने से भी अनजान था. ഇവൻ ഈ തെന്നി വീഴുന്ന കണ്ടപ്പോൾ എല്ലാ ആനിമൽസും ഓടി വന്നിട്ട് അവന്റെ ചുറ്റും നിന്നിട്ട് അവനെ അവിടുന്ന് പൊക്കുകയാണ്. ഓക്കെ, പൊക്കുകയാണ്. പക്ഷെ ഈ നമ്മളുടെ മുയൽ അപ്പോഴും എന്തോ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഈ വീണതും ഈ 2 പല്ല് പോയതും ഒന്നും അവൻ അറിയുന്നില്ല. കാരണം അവന്റെ മനസ്സിൽ എന്താണ്, അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ആമയെ എങ്ങനെ തോൽപ്പിക്കാം, മഴ സീസണിൽ ഇപ്പൊ രണ്ടാമതൊരു റേസ് വെക്കാം, എങ്ങനെ തോൽപ്പിക്കാം, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താഴെ സ്ലിപ്പായി വീണതോ അല്ലെങ്കിൽ തന്റെ പല്ല് പൊട്ടിപ്പോയതോ ഒന്നും അവൻ അറിയുന്നില്ല. ആനിമൽസ് ഒക്കെ വന്നിട്ട് അവനെ പിടിച്ച് പൊക്കുകയാണ്. ഓക്കെ, സോ ദാത്ത് ഗവാ ബൈഠനെ സേ ബി അൻജാൻ ഥ. അൻജാൻ ഥ എന്ന് പറഞ്ഞാൽ അറിവില്ലായിരുന്നു, അവന് യാതൊരു ബോധവും ഇല്ല, അതൊന്നും ചിന്തിക്കുന്നേ ഇല്ല. അവൻ ഇങ്ങനെ മുയലിനെ, നമ്മുടെ ആമയെ എങ്ങനെ തോൽപ്പിക്കാം, അതിനുള്ള പ്ലാൻ എങ്ങനെ ആലോചിച്ചുകൊണ്ട് അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അൻജാൻ ഥ, അൻജാൻ മത്ലബ് അൺഅവെയർ, അതിനെപ്പറ്റി അറിവില്ലാതെ അവനിങ്ങനെ അവന് ആലോചനയിൽ മുഴുകിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, സോ പെഹലെ ഉസ്നെ ഏക് ലംബി സാസ് ലി. സോ ആദ്യം തറയിൽ നിന്ന് എണീച്ച ഉടനെ അവൻ എന്ത് ചെയ്തു? ഒരു ദീർഘ നിശ്വാസം വിട്ടു. ലംബി സാസ് ലി. ഓക്കെ, ഡീപ് ബ്രീത്ത് ചെയ്തു, ഒരു ദീർഘ നിശ്വാസം വിട്ടു. അതിനുശേഷം എന്ത് ചെയ്തു? അപ്പനെ ഫൂലെ സീനെ കെ സാത്ത് ഇത്രാത്തെ ഹുവേ ബോല. ഓക്കെ, നെഞ്ചിങ്ങനെ വിരിച്ചു നിന്നിട്ട് ഫൂലെ സീനെ. സീന എന്ന് പറഞ്ഞാൽ എന്താണ്? നെഞ്ച്. നെഞ്ചിനെയാണ് സീന എന്ന് പറയാ. ഫൂലെ സീനെ എന്ന് പറഞ്ഞ നെഞ്ച് ഇങ്ങനെ വിരിച്ചു നിന്നുകൊണ്ട് എന്ത് പറഞ്ഞു? ഷാഠിയാം. ഷാഠിയ എന്ന് പറഞ്ഞാൽ സാഥിയ എന്നാണ്, ഫ്രണ്ട്സ് എന്ന് പറയാണ്. പക്ഷെ ഫ്രണ്ടിലത്തെ 2 പല്ല് പോയതുകൊണ്ട് എന്താണ് പറയാൻ പറ്റുന്നില്ല ശരിക്കും. അപ്പം പല്ല് പോയ ആളെ എങ്ങനെ സംസാരിക്കും, അതുപോലെ അവൻ സംസാരിക്കുകയാണ്. എങ്ങനെയാണ്? ഷാഠിയാം എന്ന് പറയാണ്. ഷാഠിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? സാഥിയോ, ഫ്രണ്ട്സ്, ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയില്ലേ, അങ്ങനെ പറയാണ്. സോ എന്താണ് അവൻ പറയുന്നത്? ആജ് മേ കച്ചുവേക്കോ ചുണോട്ടി ഡേ ഹൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് വാക്കുകളൊന്നും കിട്ടുന്നില്ല. എന്താണ്? ഫ്രണ്ടിലത്തെ പല്ല് പോയി അല്ലേ. ആജ് മേ കച്ചുവേക്കോ ചുനോത്തി ദേത്താ ഹൂ എന്നാണ്. ചുനോത്തി മത്ലബ് വെല്ലുവിളിക്കുക. ഞാൻ ഇന്ന് ആമയെ വെല്ലുവിളിക്കുകയാണ്. എന്താണ്? ഏക് ഓർ ദൗഡ് കാ ഏലാൻ കർത്താ ഹൂ, ക്യാ ആപ് സബ് തയ്യാർ ഹേ. ഓക്കെ, ഞാൻ ഇന്ന് ആമയെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ റേസ് വെക്കാൻ പോവുകയാണ്. ഞാൻ ആമയെ വെല്ലുവിളിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരും റേസ് കാണാൻ തയ്യാറാണോ എന്നാണ് എന്താണ് നമ്മളുടെ ഖർഗോഷ് അല്ലെങ്കിൽ മുയല് ചോദിക്കുന്നത്. ഓക്കെ, സോ എന്ത് സംഭവിച്ചു അടുത്തത്? സോ എല്ലാവരും, ആനിമൽസ് എല്ലാവരും അവിടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ മുയല് ആമയെ വെല്ലുവിളിക്കുകയാണ്. കണ്ടോ, പിക്ചർ കണ്ടല്ലോ നിങ്ങള്? सो सभी जानवर थोड़ा चकराए, लेकिन कछुआ दौड़ के लिए मान गया. दौड़ शुरू हुई. सो सभी जानवर थोड़ा चकराए. സോ ഇത് കേട്ടപ്പോൾ എന്താണ്? എല്ലാവരും കുറച്ചൊന്ന് അത്ഭുതപ്പെട്ടു. പക്ഷേ എന്താണ്? കച്ചുവ ദോഡ് കെലിയെ മാൻ ഗയ. നമ്മളുടെ ടോർട്ടോയ്സ് പറഞ്ഞു, ഞാൻ റേസിന് വേണ്ടി റെഡിയാണ്. ദോഡ് ശുരു ഹുയി
ഓട്ടം തുടങ്ങി. കച്ചുവ ഓർ ഖർഗോഷ് തയ്യാർ ഥേ. കച്ചുവയും നമ്മളുടെ മുയലും ആമയും മുയലും റെഡിയായി, ഓട്ടത്തിന് വേണ്ടി റെഡിയായി. ബന്ദർ കെ ഹാത്ത് മേ ഝണ്ഡി ഥി. നമ്മളുടെ കുരങ്ങന്റെ കയ്യിലാണ് ഫ്ലാഗ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ല, റേസ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഫ്ലാഗ് ഇങ്ങനെ പൊക്കും അല്ലെ. സോ ഝണ്ഡി, ഝണ്ഡി മത്ലബ് ഫ്ലാഗ്. ഫ്ലാഗ് നമ്മളുടെ ആരുടെ കയ്യിലായിരുന്നു? ബന്ദർ കെ ഹാത്ത് മേ ഥാ. अन्य सभी जानवर दर्शक बने थे. अन्य सभी जानवर दर्शक बने थे. സോ ബാക്കി എല്ലാ ആനിമൽസും എന്താണ്? ദർശകായിരുന്നു. ദർശക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിയൻസ് അല്ലെ, കാണാൻ, ഈ റേസ് കാണാൻ വേണ്ടിയുള്ള ഓഡിയൻസ് ആയിരുന്നു മറ്റ് എന്താണ് ആനിമൽസ് എല്ലാവരും. ദർശക്, ദർശക് മത്ലബ് കാണാൻ, കാഴ്ച, ഈ ഓട്ടം കാണാൻ വേണ്ടി ഇരിക്കുന്നവർ. ദർശക് ഓഡിയൻസ്. ഓക്കെ. So अन्य सभी जानवर दर्शक बने थे. जंगल का रास्ता ऊंचा नीचा था. നിങ്ങൾക്കറിയാം, നമ്മുടെ കാട്ടിലെ വഴികൾ എന്നൊക്കെ പറഞ്ഞ എല്ലാം പ്ലെയിൻ റോഡൊന്നുമില്ല. നമ്മളുടെ ഇവിടുത്തെ റോഡൊന്നും പോലെ അല്ലല്ലേ, പൊക്കവും കുണ്ടും കുഴികളും ഒക്കെ ഉള്ളതായിരിക്കും അല്ലെ. സോ ജംഗൽ കാ രാസ്ത ഊഞ്ച നീച്ച ഥ. ജംഗലിന്റെ വഴികൾ, കാട്ടിലെ വഴികള് പൊക്കമുള്ളത്. ഊഞ്ച എന്ന് പറഞ്ഞാൽ പൊക്കമുള്ളതും നീച്ച എന്ന് പറഞ്ഞാൽ താഴ്ചയുള്ളത്. സോ പൊക്കമുള്ളതും പൊക്കവും താഴ്ചയൊക്കെ ഉള്ള വഴികളായിരുന്നു നമ്മുടെ കാട്ടിലുള്ളത്. ബാരിഷ് ബി തേസ് ഹോ രഹി ഥി. സോ ഭയങ്കര മഴയും തുടങ്ങി ആ സമയത്ത്. ഇവരുടെ ഓട്ടം തുടങ്ങുന്ന സമയത്ത് ഭയങ്കര മഴയും തുടങ്ങി. ബന്ദറിനെ ഖർഗോഷ് ഓർ കച്ചുവേക്കോ ലക്ഷ്യ സംജായ. സോ ബന്ദർ നമ്മളുടെ ഖർഗോഷിനെയും ആമയെയും മുയലിനെയും എവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്, ലക്ഷ്യം, ലക്ഷ്യം മത്ലബ് എവിടെ വരെ ഓടണം അല്ലെ, ആ ലക്ഷ്യസ്ഥാനം എവിടെയാന്ന് ബന്ദർ നമ്മളുടെ കച്ചുവയും ആമയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി എവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. ഫിർ ഏക് ദോ തീൻ. ഫിർ ആമ നമ്മുടെ ബന്ദർ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. 1 2 3 ഓർ ഉസ്നെ ഝണ്ഡി ലഹരാദി. 1 2 3 പറഞ്ഞിട്ട് ഫ്ലാഗ് ഇങ്ങനെ വീശി. എന്ത് സംഭവിച്ചു? ഖർഗോഷ് ഉചൽത്തെ ഹുവേ ദോഡ്നെ ലഗാ. സോ ഖർഗോഷ് ഫ്ലാഗ് എടുത്തപ്പോഴത്തേക്ക് തന്നെ അവൻ ചാടിക്കൊണ്ട് ഓടാൻ തുടങ്ങി. കച്ചുവാ ഭി അപ്നി ചാൽ സേ ദോഡ്നെ ലഗാ. കച്ചുവയും തനിക്ക് പറ്റുന്ന മാതിരി പതുക്കെ പതുക്കെ ഇങ്ങനെ ഓടാൻ തുടങ്ങി. ഓക്കെ. സോ थोड़ी ही दूरी पर बारिश का पानी जमा हो गया था. उसने एक बड़े नाले का रूप ले लिया था. സോ ഇവർ രണ്ടുപേരും ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഓടാൻ തുടങ്ങി. കച്ചുവ നമ്മളുടെ റാബിറ്റ് ചാടി ഓടാൻ തുടങ്ങി. കച്ചുവ എന്താണ്, തനിക്ക് പറ്റുന്ന പോലെ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത് ഇവരറിയുന്നില്ല. കുറച്ച് ദൂരം ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയിൽ എന്ത് സംഭവിച്ചു? ഥോടി ഹി ദൂരി പർ ബാരിഷ് കാ പാനി ജമാ ഹോ ഗയാ ഥാ. സോ നമ്മുടെ മഴവെള്ളം വീണിട്ട് അവിടെ ഒരു കുളം പോലെ ആയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു റിവർ പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇവരത് അറിയുന്നില്ല, കാരണം ഇവർ ഓട്ടത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താണ്, മഴവെള്ളം കൂടിച്ചേർന്ന്, നിങ്ങൾക്കറിയാം നമ്മുടെ റോഡുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, മഴ പെയ്യുമ്പോ എന്താണ് ഇങ്ങനെ ഒരു വെള്ളം പോലെ ഇങ്ങനെ ഒലിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. റിവർ പോലെ ആകും അല്ലെ കുറെ മഴ പെയ്യുമ്പോൾ. അതുപോലെ കാട്ടിലും ഇതുപോലെ ഭയങ്കര മഴ പെയ്തിട്ട് ഒരു റിവർ പോലെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നാലാമത്ലബ് ഒരു അരുവി പോലെ, ഒരു അരുവിയുടെ ഒരു രൂപത്തിൽ അവിടെ എന്താണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കത് അറിയാൻ പാടില്ല. ഇവർ ഇവിടുന്ന് ഫിനിഷിംഗ് പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് ഓടാൻ തുടങ്ങി. ഓക്കെ. സോ ഇത്രയും സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോ വായിച്ചിട്ട് വരിക. അർത്ഥം മനസ്സിലാവാത്തുണ്ടെങ്കിൽ ടീച്ചർ അപ്പൊ പറഞ്ഞു തരാം. കേട്ടല്ലോ? വാക്കുകളുടെ അർത്ഥം ടീച്ചർ എല്ലാത്തിനെയും പറഞ്ഞു പോയിട്ടുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ വായിച്ചിട്ട് നല്ലോണം വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. കേട്ടല്ലോ? ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ടീച്ചർ ഈ ചാപ്റ്റർ 2 നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. യെസ്. നിവേദ്യ, എന്ത് പറ്റി? നിവേദ്യ, മോളുടെ മൈക്ക് ഓൺ അല്ലേ? മൈക്ക് ഓൺ ചെയ്യൂ മോളെ. പറഞ്ഞോളൂ. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീർഘല്ലാതെ കാക്ക ഗംഗ പഠിച്ചു വരാന്, ചിഹ്നങ്ങൾ പഠിച്ചുകൊണ്ട് വരാനായിട്ടല്ലേ? എന്താണെന്നറിയോ ടീച്ചർ, ഞാൻ നിങ്ങൾക്ക് പോർഷൻ തീരാനുണ്ട്. കാരണം എക്സാം ക്ലാസ് ടെസ്റ്റ് വരികയാണ്. അപ്പൊ ഞാൻ ഓർത്തു ഈ ചാപ്റ്റർ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാനത് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കാം, അല്ലെങ്കിൽ ചൊല്ലിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ തീർക്കണം. അതുകൊണ്ടാണ് ടീച്ചർ വേഗം ഇത് ഫിനിഷ് ചെയ്യിപ്പിച്ചത്. ഓക്കെ.
ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണോ? സ്കൂളിൽ നിന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? കാക്ക, കീക്കി, കൂക്കു എല്ലാം പഠിപ്പിച്ചതല്ലേ? ജസ്റ്റ് റിവൈസ് ചെയ്താ പോരെ, ബാക്കി എല്ലാവർക്കും അറിയാലോ അല്ലേ? ഓക്കെ, അത് ടീച്ചർ ഈ അടുത്ത ക്ലാസ്സിൽ ഈ കുറച്ചും കൂടെ ഉള്ളൂ ഈ സ്റ്റോറി, അത് പഠിച്ചു കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ ഒന്നുകൂടെ റിവൈസ് ചെയ്യിപ്പിക്കാം. കേട്ടല്ലോ? ഓക്കെ, സോ ഇതുവരെ പഠിപ്പിച്ചത് എല്ലാവരും സ്റ്റോറി വായിച്ചുകൊണ്ട് വരിക. അർത്ഥങ്ങൾ മനസ്സിലാവാത്തതുണ്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നോട്ട് ചെയ്തിട്ട് ടീച്ചറിനോട് ചോദിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. ടീച്ചർ പറ്റുന്ന പോലെ അതിന് ആൻസർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക. ഓക്കെ, then thank you.